നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, യൂണിറ്റ് നമ്പർ 9 ആണ്. അപ്പോൾ ആദ്യം ഒരു ബോഡി കൺസിഡർ ചെയ്യാം. ഒരു റിജിഡ് ബോഡിയാണെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അത് ഒരു ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ സൈസിനോ ഷേപ്പിനോ ഒന്നും വ്യത്യാസം വരാതെ ഒരു ദൃഢതയുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ എന്തിനൊന്നും വ്യത്യാസം വരുന്നില്ല, സൈസിനോ ഷേപ്പിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല. എന്നാൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് ഈ ബോഡിയെ ഡീഫോം ആക്കുകയാണ്. ഡീഫോം ആക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ്, ലെങ്തോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം. അതിൻ്റെ സൈസിനോ ഷേപ്പിനോ ചേഞ്ച് വരുത്തുകയാണ്. അതായത് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ ഒക്കെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത്തരം ഫോഴ്സിനെ നമുക്ക് വിളിക്കാം ഡീഫോമിങ് ഫോഴ്സ്. എന്ത് വിളിക്കാം? ഡീഫോമിങ് ഫോഴ്സ്. ഡീഫോമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അളവുകളെ വ്യത്യാസപ്പെടുത്തുന്നതാണ് അല്ലേ? ആ ഒരു ബോഡിയുടെ അളവിനെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അതെന്ത് ചെയ്യും? ആ ബോഡിയുടെ കോൺഫിഗറേഷൻ തന്നെ മാറ്റിക്കളയും അല്ലേ? അതായത് ലെങ്ത്, ഷേപ്പ്, സൈസ് അങ്ങനെയൊക്കെ ബോഡിയുടെ കോൺഫിഗറേഷൻ തന്നെ മാറ്റാനായിട്ട് കാരണമാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇലാസ്റ്റിക് ബോഡി എന്താണെന്ന് നോക്കാം. ഇലാസ്റ്റിക് ബോഡി ഇപ്പോൾ നമ്മളൊരു ബോഡിയിലോട്ട് ഫോഴ്സ് കൊടുത്തു, ഒരു വലിയൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ബോഡി എന്താവും? ഡീഫോം ആവും അല്ലേ? അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് എല്ലാം മാറി വരും അല്ലേ? അപ്പോൾ ഡീഫോം ആയി നമുക്ക് പറയാം. ഇനി ഈ ഫോഴ്സ് മാറ്റിയാലോ എന്ത് ചെയ്യും? ആ ബോഡി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് പോകും അല്ലേ? ഇപ്പോൾ നമ്മളൊരു ബോഡിയെ പിടിച്ചെന്ത് ചെയ്യുന്നു? ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു വയ്ക്കുക. ഓക്കെ, അതിനുശേഷം ആ ഫോഴ്സ് അങ്ങ് വിട്ടുകൊടുത്താലോ വീണ്ടും ആ ബോഡി എന്ത് ചെയ്യുന്നു? തിരികെ അതിന് എങ്ങനെ ആയിരുന്ന സൈസും ഷേപ്പും ആയിരുന്നോ ആ സൈസും ഷേപ്പിലോട്ടും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത്തരം ബോഡിയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ വലിവ് മാത്രമല്ല, ഇങ്ങനെ വലിച്ചാലും എന്ത് ചെയ്യുക? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലും കൂടെ പോകുന്ന പ്രത്യേകതയും കൂടെ കാണിക്കണം. അങ്ങനെയുള്ള ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെയിൻ എന്താണ് എന്ന് നോക്കാം, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഒരു ഇലാസ്റ്റിക് ബോഡി എടുക്കാം. ഞാൻ ഇവിടെ ഒരു ഇലാസ്റ്റിക് ബോഡി എടുത്തു. ഞാൻ ഈ ഇലാസ്റ്റിക് ബോഡിയിലോട്ട് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, അത് എന്ത് ടൈപ്പ് ഫോഴ്സാണ്? ഒരു ബോഡിയുടെ സൈസിനെയോ ഷേപ്പിനെയോ ലെങ്തിനെയോ ഒക്കെ മാറ്റാൻ കഴിയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ? അങ്ങനെ ഞാനൊരു ഫോഴ്സ് കൊടുത്തതിൻ്റെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ബോഡി ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഒന്ന് വലിച്ചു, അതുപോലെ ഇങ്ങോട്ട് ഒന്ന് വലിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ബോഡി എന്ത് ചെയ്യും? വലിയോ അല്ലേ? അല്ലെങ്കിൽ എന്തോ നമുക്ക് പറയാം, എലോങ്ങേറ്റ് ചെയ്തു എന്ന് പറയാം, നീളം കൂടി എന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ളൊരു ഇലാസ്റ്റിക് ബോഡി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് വലിച്ചു, അതായത് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അങ്ങനെ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഒന്ന് ലെങ്ത് കൂടി, അതായത് ഇലോങ്ങേറ്റ് ആയി എന്ന് പറയാം അല്ലേ? ലെങ്ത് കൂടി അല്ലേ? ഇലോങ്ങേറ്റ് ആയി. അപ്പോൾ ഈ ഒരു ഒറിജിനൽ ബോഡിയുടെ ലെങ്ത് എല്ലാണ്. ഒറിജിനൽ ബോഡിയുടെ ലെങ്ത് എല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുമാത്രം ഇലോങ്ങേഷൻ ആയി? ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലുണ്ട് അല്ലേ? അപ്പോൾ ബാലൻസ് ഇത്രയും ഇലോങ്ങേറ്റ് ആയി അല്ലേ? അപ്പോൾ ഈ ഇലോങ്ങേറ്റ് ആയ ആ ഒരു നീളത്തിന് നമുക്ക് ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇലാസ്റ്റിക് ബോഡി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് ഫോഴ്സ് കൊടുത്തു, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ബോഡിയുടെ ലെങ്ത് കൂടി. ആ കൂടിയ ലെങ്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. ഇനി നമുക്ക് സ്ട്രെയിൻ എന്താണെന്ന് പറയാം. സ്ട്രെയിൻ ഇത്രയേ ഉള്ളൂ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ സ്ട്രെയിൻ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അളവല്ലേ? അതായത് എന്തുമാത്രം അതിൻ്റെ ബോഡിയുടെ സൈസിന് അല്ലെങ്കിൽ ബോഡിയുടെ ഡയമെൻഷൻ അളവിന് മാറ്റം വന്നു, ഡിവൈഡഡ് ബൈ ആ ബോഡിയുടെ ഒറിജിനലി എത്ര അളവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളതേ പിടിച്ച് വലിച്ചപ്പോൾ എത്ര മാറ്റം ഉണ്ടായി? ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത് മാറി അല്ലേ? ഡെൽറ്റ എൽ എന്ന് പറയുന്ന ലെങ്ത് കൂടി. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എത്രയായിരുന്നു? ഇലാസ്റ്റിക് ബോഡിയുടെ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്ട്രെയിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നമുക്ക് ഇവിടുത്തെ കേസിൽ എങ്ങനെ പറയാം? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എല്ലാണ്. ഓക്കെ, ഇനി നോക്കി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് വെച്ച് നമുക്ക് യൂണിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ് അല്ലെ? ഒരു നീളമാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇവിടെ താഴെ കിടക്കുന്നത് ഒരു ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇതിന് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഡയമെൻഷൻ ഉണ്ടോ? ഡയമെൻഷനും ഇല്ല. അപ്പോൾ ഇതിന് യൂണിറ്റും ഡയമെൻഷനൊന്നും ഇല്ല. ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ ഇതിന് യൂണിറ്റോ ഡയമെൻഷനോ ഒന്നുമില്ല. അപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിക്കുക എത്ര ആലോചിച്ച് വയ്ക്കുക. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ.
ഇനി നമുക്ക് സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കാം. നേരത്തെ പോലെ തന്നെ ഒരു ഇലാസ്റ്റിക് ബോഡി എടുത്തു, ഞാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ്, അതായത് ഇങ്ങോട്ട് പിടിച്ചങ്ങ് വലിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി? ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതെന്ത് ഈ സ്ട്രെച്ച് ആയല്ലേ? സ്ട്രെച്ച് ആയപ്പോൾ അവിടെ എന്താണ് ഒന്നിൽ നീളം കൂടി കാണും, ഒരു അളവിന് അതിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെ സ്ട്രെച്ച് ആയത് ഡീഫോമിംഗ് ഫോഴ്സിനെ ഞാനങ്ങ് വിടുകയാണ്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഞാനങ്ങ് നിർത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ ബോഡി എന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരും അല്ലേ? ഞാനിപ്പോൾ ഒരു ഇലാസ്റ്റിക് ബോഡി പിടിച്ച് വലിച്ചു, അതായത് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, എന്നിട്ട് ഞാൻ ആ ഡീഫോമിംഗ് ഫോഴ്സിനെ എടുത്ത് കളയുന്നു. ആ ഡീഫോമിംഗ് ഫോഴ്സ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ബോഡി അത് ഒറിജിനലി എങ്ങനെയായിരുന്നു ഡയമെൻഷൻ, ആ ഒറിജിനലി ഡയമെൻഷനിലോട്ട് തിരികെ വരും. അപ്പോൾ ഇങ്ങനെ തിരികെ വരണമെങ്കിൽ അവിടെ എന്തോ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് വന്നു അല്ലേ? നമ്മൾ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് വിട്ടപ്പോൾ എന്ത് ചെയ്തു? ബോഡിക്കൊരു തിരിച്ചൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നു. അത് ഏതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും? നമ്മൾ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ത് വരുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. നമ്മളൊരു ഇലാസ്റ്റിക് ബോഡിക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് സ്ട്രെച്ച് ചെയ്തു. ഇനി ഡീഫോമിംഗ് ഫോഴ്സിന് നമ്മൾ വിട്ട് കളഞ്ഞാൽ അതിനകത്ത് എന്ത് ഫോഴ്സ് ഉണ്ടാവും? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ഇത് ബോഡിയെ ഒറിജിനൽ പൊസിഷനിൽ കൊണ്ട് എത്തിക്കുന്നു. ബോഡിയെ എന്തായിരുന്നു ഒറിജിനൽ അതിൻ്റെ ഡയമെൻഷൻ, ആ ഡയമെൻഷനിൽ കൊണ്ട് എത്തിക്കുന്നു. അത് ഏത് ഫോഴ്സാണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇനി നമുക്ക് സ്ട്രെസ് എന്താണെന്ന് പറയാം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ബോഡിയിൽ ഇപ്പോൾ ഉണ്ടായ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ബോഡിയിൽ ഡീഫോമിംഗ് ഫോഴ്സ് മാറ്റുമ്പോൾ ആ ബോഡിയിൽ തനിയെ വരുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെസ് കിട്ടും. അപ്പോൾ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഫ് എന്ന് കൊടുക്കാം, ഏരിയയ്ക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ആണ്. നമുക്കതിന് എഫ് ബൈ എ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഡീഫോംഡ് ബോഡിയുടെ ഏരിയയാണ്. നമുക്ക് ഈ ബോഡി നമ്മൾ ഡീഫോം ചെയ്തില്ല, ആ ബോഡിയുടെ ഏരിയയാണ് ഇവിടെ ഏരിയ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ പാസ്കൽ എന്ന് പറയാം. പാസ്കൽ നമുക്ക് യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് പി എ എന്നാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാം, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ. നമുക്കൊന്നും കൂടെ ഒന്ന് പറയാം. സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ആ ചേഞ്ച് വന്ന ആ ഡയമെൻഷൻ എന്താണോ അതിന് ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹൂക്സ് ലോ ആണ്. വളരെ എളുപ്പമാണ്. ഹൂക്സ് ലോ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബോഡിയിൽ, ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, അത് ചെറുതായിട്ടൊന്ന് ഡീഫോം ആയിട്ടുണ്ട്, വളരെ ചെറിയൊരു ഡീഫോമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, ആ ബോഡിയുടെ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെറിയ ഡീഫോമേഷൻ വരുന്ന ബോഡിയിലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഹൂക്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് ചെറിയ ഡീഫോമേഷൻ ഒക്കെ ഉള്ളപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും കണ്ടീഷൻ? സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് പ്രൊപ്പോർഷണൽ സൈൻ ഒന്ന് മാറ്റി കൊടുക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു സ്ട്രെയിൻ. ഇതിൽ നിന്ന് നമുക്ക് കോൺസ്റ്റന്റ് കെ നമുക്ക് എഴുതാം. കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഈ കെ വിളിക്കുന്ന, ഈ കോൺസ്റ്റന്റ് കെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഹൂക്സ് ലോയിൽ പറയുന്നത് എന്താണ്? ഹൂക്സ് ലോയിൽ പറയുന്നത് ഒരു ചെറിയ ഡീഫോമേഷൻ ഒക്കെ നടന്ന ബോഡിയിലാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അതായത് സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അതിൽ നിന്നും കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതാം. ഈ കെ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി നമുക്ക് പല ടൈപ്പ് സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും പരിചയപ്പെടാം. 3 ടൈപ്പ് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈപ്പ് പരിചയപ്പെടാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്, അതുപോലെ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബോഡിയുടെ ലെങ്ത് വൈസാണ് അവിടെ ഒരു ഫോഴ്സ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? ഒരു ലെങ്ത് വൈസ് ആയിരിക്കും അവിടെ സ്ട്രെച്ചിങ്ങോ കംപ്രഷനോ ഒക്കെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് പറയാം. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. രണ്ടാമത്തേന്ന് പറയുന്നത് കംപ്രസ്ഡ് സ്ട്രെസ് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്, രണ്ടെന്ന് പറയുന്നത് കംപ്രസ്ഡ് സ്ട്രെസ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ ബോഡിയുടെ ലെങ്ത് വൈസാണ്, അത് ഓർക്കുക. ബോഡിയുടെ ലെങ്ത് വൈസാണ് ആ ഒരു സ്ട്രെസ് വരുന്നതെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നമുക്കിനി ടെൻസൈൽ സ്ട്രെസ് എന്താണ്, കംപ്രസ്ഡ് സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ നമ്മളിവിടെ ഒരു ഇലാസ്റ്റിക് ബോഡി എടുത്തു. ഇലാസ്റ്റിക് ബോഡി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതുപോലെ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതായത് ഒരു ബോഡി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വലിച്ചു നീട്ടുന്ന പോലെ അല്ലേ, ഈ എൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു. എന്ത് ചെയ്യും, ഈ ബോഡിയുടെ ലെങ്ത് കൂടുക അല്ലേ, ബോഡിയുടെ ലെങ്ത് കൂടുക. അങ്ങനെ ബോഡിയുടെ ലെങ്ത് കൂടുന്നത് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നത്, ബോഡി സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ബോഡിയുടെ ലെങ്ത് കൂടുക, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സ്ട്രെസ് നോക്കാം. ഇവിടെ ഒരു ഇലാസ്റ്റിക് ബോഡി ഉണ്ട്. ഞാൻ അതേ ഫോഴ്സ് കൊടുക്കുന്നത് ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു, മറ്റേ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു. അതായത് ഒരു ബോഡി എടുത്തിട്ട് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അമർത്തുന്ന പോലെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്യോ? ഇല്ല. എന്ത് ചെയ്യും, ലെങ്ത് കൂടോ കുറയോ? ലെങ്ത് കുറയോ അല്ലേ, ഞെരിക്കുന്ന പോലെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് കുറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം കംപ്രസ്ഡ് ആയി എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്തരം സ്ട്രെസ്സിനെയാണ് നമ്മൾ കംപ്രസ്ഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ആലോചിക്കുക, ആ ബോഡിയുടെ ലെങ്തിനാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഒന്നുകിൽ ലെങ്ത് കൂടാം അല്ലെങ്കിൽ ലെങ്ത് കുറയാം. ലെങ്ത് കൂടുന്ന കേസാണെങ്കിൽ നമ്മൾ അതിനെ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നു. ലെങ്ത് കുറയുന്ന കേസിന് നമ്മൾ എന്ത് പറയുന്നു, കംപ്രസ്ഡ് സ്ട്രെസ് എന്ന് പറയുന്നു. ഇനി നമുക്കറിയാം സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. എന്താണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ റീസ്റ്റോർ, ഇപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് കിട്ടിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ എ. അപ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഫോഴ്സ് പെർ ഏരിയ. പിന്നെ അതുപോലെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പറഞ്ഞു നോക്കാം. ഇവിടെ ഒരു ബോഡി ഉണ്ട്, ബോഡിയുടെ നീളം എല്ലാണ്. ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു. ഇതെന്ത് ചെയ്യുന്നു, ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ലെങ്ത് വൈസാണ് ഞാൻ ഫോഴ്സ് കൊടുത്തത്. ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതെന്ത് ചെയ്തു, എലോങ്ങേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വലിഞ്ഞു, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ സ്ട്രെച്ച് ചെയ്തത് എത്ര കൂടി, എത്ര നീളം കൂടി? ഡെൽറ്റ എൽ എന്ന് പറയുന്നൊരു നീളം ഈ ഒരു ബോഡിക്ക് കൂടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ് നമുക്കറിയാം. സ്ട്രെയിൻ്റെ ഫോർമുല അറിയാം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാണ്, ഡെൽറ്റ എൽ. ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ. അപ്പോൾ ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ആണ്. രണ്ട് ടൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ട്, ഒന്ന് ടെൻസൈൽ, രണ്ടാമത്തത് കംപ്രസ്ഡ്. ലെങ്ത് കൂടുന്ന കേസാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്, കുറയുന്നതാണെങ്കിൽ കംപ്രസ്ഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ അവിടെ ചേഞ്ച് വന്ന ആ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് നോക്കാം. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മളതിന് മറ്റൊരു പേരുണ്ട് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്, അതുപോലെ ഷിയർ സ്ട്രെയിനും ഉണ്ട്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയാം. ഇവിടെ നമുക്കിവിടെ ഒരു ഫിഗർ നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു സിലിണ്ടർ നമ്മളൊന്ന് അതിൻ്റെ ഒരു താഴ്ഭാഗം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ അവിടെ ഒരു ടാൻജൻഷ്യലി ഒരു ഫോഴ്സ് കൊടുക്കണം. ടാൻജൻഷ്യലി ഫോഴ്സ് കൊടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ സർഫസിൽ നിന്ന് ടാൻജന്റ് പോലെ ഒരു ഫോഴ്സ് കൊടുക്കണം. അതായത് നമുക്ക് ഇവിടെ ഈ സിലിണ്ടറിന്റെ ടോപ്പിൽ മാത്രമായിട്ടൊരു ഫോഴ്സ് ഇതേ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഫിക്സ് ആണ്. അപ്പോൾ ടോപ്പിൽ മാത്രം ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും സിലിണ്ടറിന് എങ്ങനെ മാറ്റം വരുന്നു, അതിൻ്റെ ആ ഷേപ്പിന് ഈ രീതിയിലൊരു ഇങ്ങനെയൊന്ന് ഈ ഒരു രീതിയിലോ അതിനൊരു ഡീഫോർമേഷൻ നടന്നു അല്ലേ. അപ്പോൾ അത് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഇങ്ങനെ ഒരു ഡീഫോർമേഷൻ നടന്നപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ടല്ലേ. ആ ആംഗിളിന് നമുക്ക് തീറ്റാന്ന് കൊടുക്കാം. ഈ സിലിണ്ടറിന്റെ ലെങ്ത് എല്ലാണെങ്കിൽ ഈ ലെങ്തിന് നമുക്ക് എന്ത് കൊടുക്കാം, എല്ലെന്ന് കൊടുക്കാം. ഇവിടെ ഉണ്ടായ ആംഗിളിനെ നമുക്ക് തീറ്റാന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇത്രയും ഒരു ഡിസ്റ്റൻസ്, ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. ആ ഡിസ്റ്റൻസിന് നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കാം, ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ നമ്മൾ ടോപ്പിൽ മാത്രമായിട്ട് എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് ചരിയുന്ന പോലെ ആയല്ലേ. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അപ്പോൾ ആ മാറിയ ഒരു ദൂരത്തിന് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സിന് നമ്മൾ എഫ് എന്ന് കൊടുക്കുന്നു, ഏരിയ എ എന്ന് കൊടുക്കുന്നു. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോഴുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയയാണ് എന്ത് വിളിക്കുന്നത്, ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷിയർ സ്ട്രെയിൻ എന്താണെന്നുള്ളത് നോക്കാം. സ്ട്രെയിൻ എപ്പോഴും എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഇവിടെ ഡയമെൻഷൻ എന്ത് ചേഞ്ച് വന്നു നോക്കിയേ, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് വന്നത്, ഡെൽറ്റ എക്സ് ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, എല്ലാണ് അല്ലേ. സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഷിയർ സ്ട്രെയിനെ നമുക്ക് ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം.
ഇനി നമ്മൾ നോക്കിയേ, ഈ ഒരു തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് ഡെൽറ്റ എക്സ് എടുക്കുന്നത്, അഡ്ജസന്റ് ആയിട്ടാണ് എൽ എടുക്കുന്നത്. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ടാൻ തീറ്റ എന്ന് വിളിക്കും അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിനെ ടാൻ തീറ്റ എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇവിടെ അറിയാം, ഒരു ചെറിയ തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വലിയ വാല്യൂ ഒന്നുമല്ല. തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, തീറ്റ എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റയെ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളൊരു മാത്സിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ ടാൻ തീറ്റയെ നമുക്ക് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? തീറ്റ എന്ന് മാത്രം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ എന്നാവും. അപ്പോൾ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഷിയർ സ്ട്രെയിനിൽ ഒരു ആംഗിളും കൂടെ വരുന്നത് കൊണ്ടാണ് തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെസ്, അതിന് മറ്റൊരു പേരുണ്ട് വോളിയം സ്ട്രെസ്, അതെന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം വോളിയം സ്ട്രെയിൻ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് കരുതുക, ഒരു ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അവിടെ നമ്മളൊരു സോളിഡ് സ്ഫിയറിനെ കൊണ്ടിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചുറ്റുമുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഈ സോളിഡ് സ്ഫിയറിൽ ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ? അപ്പോൾ ഈ ഫ്ലൂയിഡിന്റെ ഫോഴ്സ് എല്ലാ ചുറ്റുവട്ടത്തുനിന്നും ഈ ഒരു സോളിഡ് സ്ഫിയറിന് കിട്ടും. അതിന്റെ ഫലമായിട്ട് എന്താ, ഇങ്ങനെ ഒരു ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കില്ല, ചുറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സോളിഡ് സ്ഫിയറിന്റെ വോളിയം എന്ത് ചെയ്യും? വോളിയം എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ഈ നമ്മൾ പഠിച്ച ഇതുവരെയുള്ള സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഒക്കെ എല്ലാത്തിൻ്റെ ഡയമെൻഷൻ കൂടുകയാണ് ചെയ്തതല്ലേ? പക്ഷെ ഇവിടെ മാത്രമാണ് എന്ത് ചെയ്തത്? ഡയമെൻഷൻ കുറഞ്ഞത്. അതായത് നമ്മളൊരു ഫ്ലൂയിഡിൽ കൊണ്ട് ഒരു സോളിഡ് സ്ഫിയറിനെ കൊണ്ട് ഇട്ടു. അപ്പോൾ ആ ഫ്ലൂയിഡിന്റെ ഫോഴ്സ് എല്ലാ ഭാഗത്തു നിന്നും ആ ഒരു സോളിഡ് സ്ഫിയറിന് ഉണ്ടായി. ആ ഒരു കംപ്രഷൻ കാരണം എന്ത് ചെയ്തു? ആ സോളിഡ് സ്ഫിയറിന്റെ വോളിയം കുറയും. ഇനി നമുക്ക് അതിന്റെ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സ്ട്രെസ് നമ്മൾ പഴയതുപോലെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ തന്നെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ബൈ എ തന്നെയാണ് സ്ട്രെസ്. ഇവിടെ എഫ് ബൈ എ നമുക്കറിയാം, ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് പെർ ഏരിയ ഈക്വൽ ടു പ്രഷർ. നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ, അതെന്തിനാണ് മൈനസ് സൈൻ ഇടുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇതിന് ഇപ്പോൾ ഈ ഒരു സോളിഡ് സ്ഫിയറിന് ഇങ്ങനെ പ്രഷർ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? വോളിയം കൂടിയോ കുറഞ്ഞോ? വോളിയം കുറയുകയാണ് ചെയ്തല്ലേ? അപ്പോൾ പ്രഷർ വന്നപ്പോൾ ഇവിടെ വോളിയം കുറഞ്ഞു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എങ്ങനെ പറയാം? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ഈക്വൽ ടു മൈനസ് പി. മൈനസ് കൊടുക്കാൻ കാരണം ഇവിടെ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെയിൻ അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതുപോലത്തെ നമ്മൾ പറഞ്ഞു വോളിയം ഉണ്ട്, വോളിയത്തിന് ചേഞ്ച് വന്നല്ലേ? ഇങ്ങനെ ചേഞ്ച് വന്ന വോളിയത്തെ നമ്മൾ ഡെൽറ്റ വി എന്നും ഒറിജിനൽ വോളിയത്തെ വി എന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വോളിയം സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പം വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ അല്ലേ?